ഈ കേരളത്തിലുള്ള ഏറ്റവും മുതു ഊളകളെ 20 പേരെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് അതിൽ നിന്നും ഏറ്റവും വലിയ ഊളയെ തെരഞ്ഞെടുക്കുന്ന പരിപാടിയെ ബിഗ് ബോസ് ആണ്. ഇപ്പോഴത്തെ സീസൺ എപ്പോഴത്തെ സീസൺ അല്ല, നമ്മളെ സീസൺ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നോക്കിയിട്ട് കൊറേ കുപ്പിയൊക്കെ കാണുന്നുണ്ട്. അഖിലേട്ടൻ വെറുതെ ആണോ അപ്പൊ പറയുന്നത് കുടിക്കാറില്ല? അതെ, ചുമ്മാ വെച്ചാ കുടിക്കണമെന്നുണ്ടോ? ഞാൻ കുടിക്കാത്തോണ്ടാ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. ഞാൻ കുടിക്കത്തില്ല. അഖിലേട്ടനെ പറഞ്ഞ കുടിയില്ല വലിയില്ല ഒന്നുമില്ലെന്ന്. കുടിക്കാറുമുണ്ട്, വലിക്കാറുമുണ്ട്. ഇതൊന്നും അങ്ങനെ അനാവശ്യത്തിനില്ല, ആവശ്യത്തിന് മാത്രം. ഡെയിലി വൺസിന് അതിന്റെ കൂടെ ഒരു ഗണപതി. ഞാൻ കഴിക്കാറൊന്നുമില്ല, ചുമ്മാ ഓരോരുത്തർ ഗിഫ്റ്റ് ചെയ്യുന്ന വിളിച്ചിട്ട്. അങ്ങനെ മദ്യപിച്ചാൽ എന്റെ വയറിന്റെ പ്രശ്നമാണ്. അത് മദ്യപിക്കുന്ന ഒരു തെറ്റല്ല. ഒരു മനുഷ്യനായ രണ്ടെണ്ണം അടിക്കണം. അങ്ങനെയാണോ? കഴിഞ്ഞിട്ട് ഞാനോ? അല്ല ഞാൻ മറന്നോ നീ? ഓളം പോയതല്ല. പമ്മയെ വിളിക്കും പമ്മയെ. അടുത്തതായിട്ട് ഞാൻ കണ്ടു ആരക്കൊമ്പ്. ഇത് കാണിച്ചാൽ ശിക്ഷാർഹമാണെന്ന് അറിയത്തില്ല. അത് കാണിച്ചാൽ ശിക്ഷാർഹമൊന്നുമില്ല. ആനെ പോയി തട്ടി ആ കൊമ്പെടുത്തോണ്ട് പറയാൻ പറ്റില്ല. ഇപ്പൊ 1, 2, 3, 4 എത്ര വണ്ടി എടുത്തേ? 3. പിന്നെ ഫ്ലാറ്റ്. അപ്പൊ പിന്നെ ഒരു ആനയെ കൊന്നിട്ട് അതിന്റെ കൊമ്പും കൊണ്ട് വരാവുന്നതേ ഉള്ളൂ അല്ലേ? നോ കമന്റ്സ്. അല്ല ചേച്ചി കമ്പനി കണ്ടപ്പോ ഒരു ഭംഗി തോന്നി മേടിച്ചു, അത്രേ ഉള്ളൂ. റിയൽ ആനയുടെ ആണോ? റിയൽ ആനയുടെ റീൽ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും പോസിറ്റീവ് ആയിട്ട് തോന്നിയ ഈ ഒരു കോർണർ, ഏറ്റവും പോസിറ്റീവ് ആയിട്ട് തോന്നിയ എന്നെ തന്നെ ആയിരിക്കും. ഞങ്ങളുടെ ഗണപതിയെ. അപ്പൊ എനിക്ക് ഏറ്റവും പോസിറ്റീവ് ആയിട്ട് തോന്നിയ ഈ ഒരു കോർണറാ. നിങ്ങൾക്ക് ഈ വീട്ടിലെ ഏറ്റവും പോസിറ്റീവ് ആയിട്ട് തോന്നിയ സ്ഥലം ഏതാ? ഞങ്ങള് അയ്യന്മാർ എവിടെ നിൽക്കുന്നു അവിടാണ് ആൾക്കൂട്ടം. പോസിറ്റീവ്. ഞാൻ എവിടെ നിൽക്കുന്നു അവിടാണ് പോസിറ്റീവ്. ഞാൻ പോയി അവിടെ നിന്നാൽ അത് പോസിറ്റീവ്. ഞാൻ പോയി ഇപ്പുറത്ത് എന്റെ മക്കൾ എവിടെ നിൽക്കുന്നത്. ഫുൾ ടൈം അഖിലേട്ടനെ ഞാൻ ഇവിടെ കാണുമ്പോ തൊട്ട് ഈ ഒരു റൂമിനകത്ത് വെട്ടിയിട്ട ചക്കയെ പോലെ കിടക്കുന്നതാണ് ഞാൻ കാണാറുള്ളത്. ചക്ക അവർ വാഴ അവർ വോട്ടവർ അല്ലേ ചേച്ചി? അവിടെ നിന്നിട്ട് കാണാറുണ്ടോ? ഇല്ല ഇല്ല. ചേച്ചിക്ക് കിച്ചൺ കൂടുതൽ ഇഷ്ടമായ സ്ഥിതിക്ക് അഖിലേട്ടൻ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഇല്ല. എന്തുവാ തേങ്ങ പൊട്ടിച്ച നേരെ ഞാൻ നോക്കിയപ്പോ ഒരു തേങ്ങ എടുത്തുകൊണ്ട് വന്നിട്ട് നടുക്കൂടെ ഒരു വര വരച്ച് വെച്ചേക്കുന്നു. കയ്യിലൊക്കെ എടുത്തിട്ട് സെൻട്രിൽ കൂടെ വര ഇതിലേ കൂടെ മുറിക്കേണ്ടത്. അതിങ്ങനെ തേങ്ങ പിറ്റേ ഇങ്ങനെ അറുപ്പറുത്ത് വെച്ച് കറക്റ്റ് ഷേപ്പിൽ വെച്ചു. ആവശ്യത്തിനുള്ള സഹായമൊക്കെ ഞാൻ ചെയ്യും. ഇപ്പൊ പിന്നെ സഹായിക്കേണ്ട കാര്യമില്ല. പാത്രം കഴുകാൻ വേണ്ടിട്ട് ഡിഷ് വാഷർ, തേങ്ങ തിരുമാൻ വേണ്ടിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് റോബോട്ട്, ബാക്കി പണിയെടുക്കാൻ വേണ്ടിട്ട് മാരാര്, അലക്കല് പിടിക്കല് എടുത്തിട്ട് വൃത്തിയാക്കല്. ഇപ്പൊ ഇവക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു പണിയില്ല. ഇവിടെ ഇപ്പം വലിയ കൊച്ചമ്മയാ.